الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العلي العظيم. وقال نبينا محمد صلى الله عليه وسلم: من سلك طريقا يلتمس فيه علما سهل الله له به طريقا إلى الجنة. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدير يا الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അറബിയ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. അൽഹംദുലില്ലാഹ്, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് നമ്മളെ മദ്രസയിലേക്കൊക്കെ മക്കളെ വിടുന്നവരാണ്. ആ മക്കൾക്ക് നല്ല അദബുണ്ടാകണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ്, നല്ല കുട്ടികളാകണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ മദ്രസയിലേക്കും അതുപോലെ തന്നെ സ്കൂളുകളിലേക്കൊക്കെ നമ്മളെ മക്കളെ പഠിക്കാൻ വേണ്ടി വിടുന്നത്. ഖേദകരമെന്ന് പറയട്ടെ, പഠനമൊക്കെ മെച്ചപ്പെടുമെങ്കിലും അദബുള്ള മക്കളെ നല്ല രൂപത്തിൽ വാർത്തെടുക്കാൻ പലപ്പോഴും കഴിയാറില്ല എന്നുള്ളത്. അദബിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ തർബിയ മീഡിയയുടെ ഈ ക്ലാസ്സിലൂടെ നാം അവതരിപ്പിക്കുന്നത്. ചെറിയ രൂപത്തിൽ അദബിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വാചകമാണ് അദബ് അദബ് എന്ന്. പ്രായമുള്ളവർ പറയും നിനക്കൊരു അദബില്ല. ഉസ്താദുമാര് പറയും ആ കുട്ടികൾക്ക് അദബില്ല. അല്ലെങ്കിൽ പള്ളിയിൽ വരുന്നവർ അല്ലെങ്കിൽ മറ്റു ജനങ്ങളൊക്കെ പറയും അദബില്ല എന്ന് പറയുമ്പോൾ എന്താണ് അദബ്? അദബ് എന്ന് പറഞ്ഞാൽ അനുസരണ എന്നാണ്. മര്യാദ, അനുസരണ, ഇതാണ് അദബ്. ആ മര്യാദ, ഓരോന്നിനും ഓരോ മര്യാദകളുണ്ട്. ആ മര്യാദ അവനിൽ നിന്ന് നശിക്കുമ്പോഴാണ് അദബില്ലാത്തവൻ എന്ന് നമ്മൾ പൊതുവെ പറയുന്നു. അദബ് എന്നുള്ള വാചകം, അത് ഒരുപാട് സിർറ് ആ വാചകത്തിലുണ്ട്. മദ്രസയിൽ 1-ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ കുട്ടികളെ അദബ് എന്ന് പഠിപ്പിക്കാറുണ്ട്. അത് അവന്റെ ജീവിതത്തിന്റെ തുടക്കമാണ്, അവന്റെ പഠനത്തിന്റെ ആരംഭമാണ്. അവൻ അദബുള്ളവനാകണം എന്നതിലേക്ക് അത് വിരൽ ചൂണ്ടുന്നുണ്ട് ആ പദം. അദബ് എന്ന് പറഞ്ഞാൽ മര്യാദ അല്ലെങ്കിൽ അനുസരണ എന്ന് നമ്മൾ പറഞ്ഞാൽ, ആ അദബ് എന്ന വീടൊന്ന് മറിച്ചിട്ട് നോക്കിയാൽ അദബ് അത് അബദൻ എന്നുള്ളത് ആ വേടിൽ നിന്ന് അബദൻ എന്നുള്ളത് അബദ് എന്നുള്ളൊരു വേട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അബദൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നാണ്. അപ്പൊ ചില മഹത്തുക്കൾ രേഖപ്പെടുത്തിയതാണ് അദബ് അബദനായിരിക്കണം എന്ന് പറഞ്ഞാൽ അദബ് എപ്പോഴും ഉണ്ടായിരിക്കണം. അതേ സ്ഥാനത്ത് ആ വേട് തന്നെ
നമുക്ക് ഒന്നുകൂടി മറിച്ചിട്ട് വായിച്ചാൽ അദബ് ദഅബ് എന്നാക്കാൻ സാധിക്കും. ആ വേർഡ് ദഅബ് എന്ന് പറഞ്ഞാൽ മോശം, ദഅബായ അദബില്ലാത്തൊരവസ്ഥയാണ് ദഅബ് എന്ന് പറയുന്നത്. കണ്ടില്ലേ? അപ്പൊ അദബ് അബദനാകണം, ദഅബ് അബദനായ പറ്റില്ല എന്നുള്ള ഒരു മെസ്സേജ് ആ വേർഡിൽ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ മക്കൾക്ക് നല്ല അദബ് പഠിപ്പിക്കണം. അദബ് പഠിപ്പിക്കേണ്ടത് ആരാണ്? ഉമ്മയുടെ മടിത്തട്ടിൽ നിന്ന് ചെറിയ മക്കൾ പ്രസവിച്ച് 1-2 വയസ്സായി വകുതിരി വഴറ്റിക്കഴിഞ്ഞാൽ ആ കുട്ടികൾ അദബ് പഠിപ്പിക്കേണ്ടത് ഉമ്മയാണ്. ബഹുമാനം പഠിപ്പിക്കണം, അദബ് പഠിപ്പിക്കണം, അതൊക്കെ ഉമ്മയാണ്. പിന്നെ ഉപ്പയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ കലാലയങ്ങളിലേക്ക് അല്ലെങ്കിൽ മദ്രസകളിലേക്ക് പറഞ്ഞേക്കുന്നത്. അപ്പൊ അവർക്ക് അദബ് ആദ്യമേ നമ്മൾ പഠിപ്പിച്ച് ശീലിപ്പിക്കണം. അതിനുശേഷമാണ് മദ്രസയിൽ വന്നിട്ട് ഏറ്റവും വലിയ അദബുകൾ. ആ അദബുകളിൽ ആരോടൊക്കെയുള്ള അദബാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിനോടൊക്കെ അദബാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ? അവന്റെ നിഖില മേഖലയിൽ അദബുണ്ട്. ആ അദബ് കൃത്യമായിരിക്കണം. അതല്ലാതെ ആ അദബ് ദഅബായി, മോശമായ പ്രവർത്തനമായി, മോശമായ സ്വഭാവമായി, അനുസരണയില്ലാത്തവനായി മാറാൻ പാടില്ല. അതുകൊണ്ട് ഈ തർബിയ മീഡിയയുടെ ഈ ക്ലാസ്സിൽ ഞാൻ പറയുന്ന അദബിനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. മാതാപിതാക്കളോട് അദബ് വേണം. ജീവിതത്തിൽ നാം കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന എല്ലാവരോടും അദബ് വേണം. സ്വന്തം മാതാവിനോട് അദബില്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് മക്കൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ മാതാപിതാക്കളുടെ മുമ്പിൽ സ്വന്തം മാതാവിനോട് അദബ് കാണിക്കണം. അതുപോലെ തന്നെ വാപ്പയോട് അദബ് കാണിക്കണം. അവർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നവരാകണം. അവരെ മുമ്പിൽ കാലുമ്മൽ കാലിയേറ്റി വെച്ചിരിക്കുന്നവരാകരുത്. അവര് വരുമ്പോ മൈൻഡ് ചെയ്യാതിരിക്കരുത്. അവര് വരുമ്പോൾ ബഹുമാനിച്ചുകൊണ്ട് ആ വാപ്പയുള്ളപ്പോൾ വാപ്പയുടെ മുമ്പിൽ വെച്ച്, വാപ്പയുടെ മുമ്പിൽ മറ്റുള്ള ആളുകൾ ഉണ്ടായിരിക്കെ സ്വന്തം മകനോ മകളോ ഒച്ചയിട്ട് ശബ്ദമുയർത്തി സംസാരിക്കരുത്. ഇങ്ങനെ വാപ്പ മക്കൾക്ക് അദബ് പഠിപ്പിക്കണം, ഉമ്മ മക്കൾക്ക് അദബ് പഠിപ്പിക്കണം. ഈ എല്ലാ അദബുകളും പഠിപ്പിക്കുന്നത് മദ്രസയിൽ നിന്നാണ്. ആ മദ്രസയിൽ വാപ്പയോട് എങ്ങനെ പെരുമാറണം, ഉമ്മയോടെങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ആ അദബ് മദ്രസയിൽ നിന്ന് പഠിച്ച മക്കള് ആ അദബ് സ്വായത്തമാക്കി ജീവിതത്തിൽ പകർത്താൻ വീട്ടിലേക്ക് ചെല്ലുമ്പോ വീട്ടിലെ സാഹചര്യങ്ങൾ മുഖേന അവന്റെ അദബ് മാറി ദഅബായി പോവുകയാണ്. നഊദുബില്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാതാപിതാക്കളോട് നല്ല അദബുള്ളവരാകണം. നമ്മുടെ ഉമ്മയാണ് നമ്മളെ വളരെയധികം പ്രയാസപ്പെട്ടു പ്രസവിച്ചു, വേദനകൾ അനുഭവിച്ചു, 10 മാസം ഗർഭം ചുമന്നു. ആ ഉമ്മയോട് നല്ല അദബോടുകൂടി നമ്മൾ പെരുമാറണം. ഷഫീമാമിനെ പോലുള്ള മഹത്തുക്കളുടെ ചരിത്രം കാണാം. ഉമ്മയോട് അതോടുകൂടിയാണ് ഒരു ദിവസം ഉമ്മ കാലൊന്ന് പിടിച്ചേ എന്ന് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, ലോകപ്രസിദ്ധ പണ്ഡിതനായ ഷഫീമാം ഉമ്മയുടെ കാലൊന്നിങ്ങനെ പിടിച്ച് പതുക്കെ ഉമ്മയുടെ കാല് പിടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ കാലെടുത്ത് തലയിലേക്ക് വെക്കുന്നു. വലിയ അത്ഭുതത്തോടെ ഉമ്മ പെട്ടെന്ന് കാല് തട്ടി മാറ്റി. കാരണം പണ്ഡിതനായ വലിയ പ്രായത്തിലായത് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഉമ്മയോട് അദബ് കാണിച്ച് ആ ഉമ്മയുടെ കാല് പിടിച്ച് തലയിലേക്ക് വെക്കുന്നു. കാല് പിടിച്ചിട്ട് ചുംബിക്കുകയാണ്. മോനെ, നീ എന്താണ് കാണിക്കുന്നത്? ആ സമയത്ത് ഷഫീമാം ഉമ്മയുടെ കാല് പിടിച്ചിട്ട് പറയാനുമ്മ, അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്. അതേ, ഉമ്മമാരുടെ കാലിനടിയിലാണ് സ്വർഗമെന്ന് മുത്തുനബി പഠിപ്പിച്ചതല്ലേ.
ഈ കാലിനടിയിലാണ് സ്വർഗമെങ്കിൽ ഇവിടത്തെ പൊരുത്തം വേണം, ഇവിടത്തെ മദത് വേണം, ഇവിടത്തെ നിയന്ത്രണം വേണം, ഇവിടത്തെ തൃപ്തി വേണം. അതേ അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കണമെങ്കിൽ മാതാപിതാക്കളുടെ തൃപ്തി വേണമെന്ന് ഹബീബ് റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര്, സഹോദരിമാര്, അതുപോലെയുള്ളവർ എല്ലാവരും അദബുള്ളവരായി മാറണം. മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരാണ്. വാപ്പയുടെ മുമ്പിൽ വാപ്പ സംസാരിക്കുമ്പോൾ കയർത്ത് സംസാരിക്കരുത്. വാപ്പ വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് വാപ്പയെ ബഹുമാനിക്കണം. ഇത് ജീവിതത്തിന്റെ തുടക്കത്തിലെ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ മുമ്പിൽ വെച്ച് നമ്മൾ ചെയ്യുന്നത് കാണിച്ചു കൊടുത്താലാണ് ആ മക്കൾ പിന്നീട് വലുതായാൽ മാതാപിതാക്കളോട് അല്ലെങ്കിൽ നമ്മളോട് തന്നെ അതവുള്ളവരാവുകയുള്ളൂ. നമ്മൾ കാണിച്ചു കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ ഉസ്താദുമാരോട് അതവുള്ളവരാകണം. എന്തിനു പറയണം? വലിയ അതവ് വേണം. ഉസ്താദുമാരെ മുമ്പിൽ നടക്കാൻ പാടില്ല. ഉസ്താദുമാരെ മുമ്പിൽ നമ്മൾ നല്ല അതവോടുകൂടി പെരുമാറണം. ഇത് മഹത്തുക്കൾ രേഖപ്പെടുത്തിയതാണ്. മുതഅല്ലിമീങ്ങളാകുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, ദർസ് പഠിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഉസ്താദുമാരോടുള്ള ബഹുമാനവും അതവും എങ്ങനെയാണെന്നറിയാം. ആ ഉസ്താദുമാര് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് സംസാരിക്കരുത്. ഉസ്താദിന്റെ പിന്നിൽ നടക്കുമ്പോൾ ഉസ്താദിന്റെ വലതുഭാഗത്ത് നടക്കണം. ഉസ്താദ് സംസാരിക്കുമ്പോൾ ഉസ്താദിനേക്കാൾ ഒച്ചയിൽ സംസാരിക്കരുത്. ഉസ്താദിന് ഖിദ്മത്ത് ചെയ്യൽ വലിയ കൂലിയുള്ള കാര്യമാണ്. ഈ ഷാഫി ഇമാം, അതേ ഷാഫി ഇമാമിന്റെ ഉസ്താദിന്റെ വീടിന്റെ ഭാഗത്തേക്ക് പോലും കാല് നീട്ടിയിരിക്കാറില്ല. കിലോമീറ്ററുകളോളം അപ്പുറമുള്ള ഉസ്താദിന്റെ വീടിന്റെ നേരെ കാല് നീട്ടിയിരിക്കാറില്ല. അത്രയും ബഹുമാനം ഷാഫി ഇമാം ഉസ്താദിന് നൽകി. ഉസ്താദ് പറയുന്നത് സ്വീകരിക്കണം. ഈ രൂപത്തിൽ നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഉസ്താദുമാരോട് അതത് കീപ്പ് ചെയ്യണം. മഹാന്മാരോടുള്ള അതവുണ്ട്. മഹത്തുക്കളായ അമ്പിയാക്കളെ പേര് പറയുമ്പോൾ സലാത്തും സലാമും നമ്മൾ ചെല്ലാറുണ്ട്. റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. അതൊക്കെ ഒരു അതവിൽപ്പെട്ടതാണ്. മഹത്തുക്കളെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല. മക്ബറയിലെ മക്ബറയോട് അതവുണ്ട്. ആ മക്ബറയിൽ പോയിട്ട് തോന്നിയതുപോലെ കാണിക്കാൻ പാടില്ല, തോന്നിവാസം കാണിക്കാൻ പാടില്ല. അതവോടെ ബഹുമാനത്തോടെ ജീവിതകാലത്ത് അവരടുക്കൽ പോയത് എങ്ങനെയാണോ അതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സുബ്ഹാനല്ലാഹ്, നാവൂര് നിങ്ങൾക്കറിയില്ലേ? ബീരാൻ വലിയ മഹാനാണ്. അവിടെ അതാ സദഖത്തുല്ലാഹിൽ കാഹിരിയെ നമുക്കറിയാം. അതാ സദഖത്തുല്ലാഹിൽ കാഹിരി കുത്തുബിയത്ത് രചിച്ച മഹാനല്ലേ? ആ സദഖത്തുല്ലാഹിൽ കാഹിരി അതാ തമിഴ്നാട്ടിൽ നിന്ന് ഈ നാവൂരിലേക്ക് സിയാറത്ത് ചെയ്യാൻ വരുമ്പോ ഏകദേശം ഒരു 100 മീറ്റർ അകലെ നിന്ന് അവിടെ ഇന്ന് പോയാലും കാണാം. അതേ സിയാറത്ത് ചെയ്ത സ്ഥലം സദഖത്തുല്ലാഹിൽ കാഹിരി അങ്ങകലെ നിന്നാണ് ചെയ്യുന്നത്, അങ്ങകലെ നിന്നാണ് സിയാറത്ത് ചെയ്യുന്നത്. അതത് കേട് വന്നു പോകുമോ എന്ന് ചിന്തിച്ചിട്ട് ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. അനാദരവ് കാണിച്ചാൽ, അതബ് കേട് കാണിച്ചാൽ, കണ്ടില്ലേ പരിശുദ്ധ ഖുർആൻ പോലും പറഞ്ഞത്, വസജദൽ മലായികത്തു കുല്ലുഹും അജ്മഊൻ ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഇബ്ലീസിനോട് പറഞ്ഞു, ആദം നബിക്ക് നിങ്ങൾ സുജൂദ് ചെയ്യണം, ബഹുമാനത്തിന്റെ സുജൂദ് ചെയ്യണേ, ആദരവിന്റെ സുജൂദ് ചെയ്യണേ എന്ന് പറഞ്ഞപ്പോ അതേ ഇബ്ലീസ് അബാ വസ്തക്ബറ, അവൻ അഹങ്കാരം കാണിച്ച് അത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞു മാറി നിന്നു.
അങ്ങനെ വകാന മിനൽ കാഫിരീൻ, നിഷേധികളെ കൂട്ടത്തിൽ പെട്ടുപോയവൻ. ഇന്ന് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ ലഅനത്തുല്ലാഹി അലൈഹി പറയാണ് ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോൾ അത്രയും മതം പതിച്ചുപോയി. അപ്പൊ അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാന്ന് പറഞ്ഞാൽ ഈമാനിൽപ്പെട്ടതാണ്, വിശ്വാസത്തിൽപ്പെട്ടതാണ്. ഒരാള് പറയാണ് നബിമാര് ഞാൻ അംഗീകരിക്കൂല, പണ്ഡിതന്മാര് ഞാൻ അംഗീകരിക്കൂല, ഇസ്ലാമിന്റെ ചില നിയമങ്ങൾ ഞാൻ അംഗീകരിക്കൂല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഭൂഷണമല്ല. അത് ഈമാനിന്റെ കുറവാണ്, ബബുകേടാണ്. അത് ഇബ്ലീസിന് വന്നുപോയ പ്രയാസം നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് എല്ലാത്തിനോടത് വേണം. ഞാൻ എണ്ണി പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ ഗൗരവത്തോടെടുക്കാൻ പറയാനും. ഖുർആനിനോടതവ് വേണം, പഠിക്കുന്ന കിതാബിനോടതവ് വേണം. സുബ്ഹാനല്ലാഹ്, ഒരു ചരിത്രം അറിയാമല്ലോ, നിങ്ങൾക്കറിയുന്ന ചരിത്രമാണ്. മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തആല അൻഹു, അതേ ഔലിയാക്കളിൽ ഉൾപ്പെട്ട വലിയ മഹാനായത് എങ്ങനെയാണ് ചരിത്രം പറയുന്നത് കാണാം. അത് അദബ് കൊണ്ട് കിട്ടിയ നേട്ടമാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ അദബുള്ളവർക്കാണ് വിജയമുള്ളത്. അദബ് കേട് കാണിക്കുന്നവർക്ക് ഒരു വിജയമില്ല. ഒരുപാട് ഇൽമുണ്ട്, അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അദബ് കേട് പരാജയമാണ്. സുബ്ഹാനല്ലാഹ്, ബിശ്റുൽ ഹാഫി തങ്ങളെ ചരിത്രം നോക്കൂ. ഔലിയാക്കളിൽ ഉൾപ്പെട്ട ബിശ്റുൽ ഹാഫിയോ പൂർവസ്ഥിതി തനായിരുന്നൊരു ഔഡിയും റൗഡിയായിരുന്ന ബിശ്റുൽ ഹാഫി എങ്ങനെയാണ് ഔലിയാക്കളിലെത്തിയത്? വലിയ നാട്ടിലെ റൗഡിയാണ് ബിശ്റുൽ ഹാഫി. ചവിട്ടേറ്റതായി അടുപ്പിന്റെ അടുത്തൊരു തൊണ്ട്. പെട്ടെന്നു താനത് നോക്കിയപ്പോൾ കണ്ടത് റബ്ബിന്റെ പേരുൾക്കൊണ്ട കടലാസാണത്. കടലാസ് കയ്യിൽ വെച്ച് താൻ പറയുന്നതായി, യാ സയ്യിദി നിന്റെ സ്മിലും ചവിട്ടേറ്റുപോയി. ബിശ്റുൽ ഹാഫി നോക്കിയപ്പോൾ ഒരു കടലാസ് ഇങ്ങനെ കിടക്കുകയാണ്, ആളുകൾ ചവിട്ടി കുത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, എടുത്ത് പരിശോധിച്ചു നോക്കിയപ്പോ അല്ലാഹുവിന്റെ പേരുകളാ. ആ പേരുകൾ കണ്ടപ്പോൾ വിഷമമായി പോയി. ഉടനെ ബിശ്റുൽ ഹാഫി അത് എടുത്ത് വൃത്തിയാക്കി, എന്നിട്ട് മണവസ്തു വാങ്ങി പൂശി കടലാസാകയും സൂക്ഷിച്ചു വെച്ചത് പിന്നെ ഭദ്രനിൽ തന്നെയും. ബിശ്റുൽ ഹാഫി തങ്ങൾ അവിടുന്ന് കയ്യിലുണ്ടായിരുന്ന ദിർഹമുകൾ ഉപയോഗിച്ച് നല്ല സുഗന്ധം വാങ്ങി. ആ സുഗന്ധം ആ കടലാസിൽ പുരട്ടിയിട്ട് ഉയർന്ന സ്ഥാനത്തെടുത്തു വെച്ചു, സൂക്ഷിച്ചു വെച്ചു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ അള്ളാഹുവിന്റെ വലിയ റൗഡിസ്ഥലത്തിൽ നിന്ന് മാറി നിന്ന് അള്ളാഹു പ്രത്യേകമായ ജ്ഞാനവും അതുപോലെ തന്നെ കഴിവും നൽകി, വലിയ പാണ്ഡിത്യം നൽകി, വലിയ മഹത്തുക്കളിൽ ഔലിയാക്കളിൽ ഉന്നത വ്യക്തിയാക്കി മാറ്റി. അത് ഈ ഒരു അദബാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അല്ലാഹു നമുക്ക് അദബുള്ളവർ, നമ്മളെയൊക്കെ അല്ലാഹു അദബുള്ളവരാക്കി തരട്ടെ. ഖുർആനോട് അദബ് വേണം. ഖുർആനോട് നമുക്ക് അദബുണ്ടോ? എത്ര പള്ളികളിലാണ് ഖുർആൻ അദബില്ലാതെ എടുത്തു വെച്ചിട്ടുള്ളത്? സുബ്ഹാനല്ലാഹ്, ഖുർആൻ വെച്ചിരിക്കുന്ന ബോക്സിന്റെ മേൽ ചാരിയിരിക്കുന്നവർ, ഖുർആന്റെ നേരെ എടുത്തു വെക്കുന്നവർ, ഖുർആനോദിയിട്ട് സജദയുടെ ആയത്ത് വരുമ്പോ ഖുർആന് വലിച്ചെറിയുന്നവർ, ഭൂമിയിൽ വെക്കുന്നവർ, നിസ്കാരപ്പായിൽ വിതറിയിടുന്നവർ. സുബ്ഹാനല്ലാഹ്, ഖുർആനിന്റെ മോളിൽ മറ്റു പുസ്തകങ്ങൾ വെക്കുന്നവരും, അതേ ടെലിവിഷനിൽ വൃത്തികേട് കാണുമ്പോഴും സിനിമ കാണുമ്പോഴും അതിന്റെ മോളിൽ ഖുർആൻ വെക്കുന്നവര്, ഖുർആന്റെ ഏടിൽ ഖുർആനിന്റെ ഇടയിൽ പൈസ വെക്കുന്നവര്, ഖുർആന്റെ ഇടയിൽ പേന വെക്കുന്നവര്, ഖുർആന്റെ ഇടയിൽ കത്ത് വെക്കുന്നവര്. സുബ്ഹാനല്ലാഹ്,
ഖുർആന്റെ നേരെ കാല് നീട്ടുന്നവര്, ഖുർആൻ പാട്ടായിട്ട് വാഴുന്നവര്, ഇങ്ങനെ ഖുർആനോടുള്ള അദബ് നിർവഹിക്കാത്തവരുണ്ടോ അവർക്ക് വലിയ നാശമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വീട്ടിൽ പൊടി പിടിച്ചിരിക്കുന്ന ഖുർആൻ ഉണ്ടാകും സഹോദരങ്ങളെ. ആ ഖുർആൻ എടുത്തൊന്ന് വൃത്തിയോടുകൂടി ഒന്ന് തുടച്ച് വൃത്തിയായിട്ടെങ്കിലും ഓടുന്നില്ലെങ്കിൽ നല്ല ഷെൽഫിലെടുത്ത് വെച്ചുകൂടെ? നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഖുർആനുണ്ട് ബഹുമാനം, കിതാബുകൾക്കുണ്ട് ബഹുമാനം, ഗ്രന്ഥങ്ങൾക്കുണ്ട് ബഹുമാനം. ആ ബഹുമാനം നിലനിർത്തണം. നോക്കൂ, നിങ്ങൾ ഒരു പണ്ഡിതന്റെ ഒരു വ്യക്തിത്വം നിങ്ങൾ നോക്കൂ. മർവാന്റെ മകൻ അബ്ദുൽ മലിക് ഒരു ദിവസമിൽ ഖജനാവ് പരിശോധിച്ചു മിന്നൽ വേഗത്തിൽ. അബ്ദുൽ മലിക്, മർവാന്റെ മകനാണ് അബ്ദുൽ മലിക് എന്ന് പറയുന്ന മഹാൻ. അദ്ദേഹം അതാ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖജനാവ് പരിശോധിക്കുകയാണ് മിന്നൽ വേഗത്തിൽ. അതിനിടയിൽ ഒരു മുസ്ഹഫും താൻ കണ്ട്. ഒരു കത്ത് മുസ്ഹഫ് മുകളിലും ഇരിപ്പുണ്ട്. സുബ്ഹാനല്ലാഹ്, നോക്കുമ്പോ പണ്ടയച്ച ഒരു കത്ത് മുസ്ഹഫിന്റെ മുകളിലേക്ക് എടുത്തു വച്ചിരിക്കുകയാണ്. ഉടനെ അവിടുത്തെ ആളെ വിളിച്ചിട്ട്, ജോലിക്കാരനെ വിളിച്ചിട്ട് ശകാരിക്കുകയാണ്. ഒരിക്കലും അത് വെക്കാൻ പാടില്ല. ചോദിച്ചത് കിതാബിൽ കാണാം. ഉസ്താദ് എഴുതിയത് ഇങ്ങനെയാണ്: മുസഫിന് മുകളിൽ എന്താടാ ഇത് വെച്ചത്? അതിനുള്ള ഗ്രേഡും മറ്റും ഏതിനാണുള്ളത്? സുബ്ഹാനല്ലാഹ്. ആ ഒരൊറ്റ അമല് ആ രാജ്യം ഭരിച്ചിരുന്ന രാജാവ് ചെയ്തതിന്റെ പേരിൽ ഖബറിൽ രക്ഷപ്പെട്ടു എന്നാണ് ചരിത്രം. അർശിന്റെ ചോദിച്ചു ഒരാള്, അദ്ദേഹം മരിച്ചതിന് ശേഷം, ആരാണ്? അബ്ദുൽ മലിക് എന്ന് പറയുന്ന ആ വ്യക്തി മരിച്ചതിന് ശേഷം സുബ്ഹാനല്ലാഹ് ഉറക്കത്തിൽ ഇങ്ങനെ ഒരാളിങ്ങനെ സ്വപ്നത്തിൽ കാണുകയാണ്. സ്വപ്നത്തിൽ കണ്ടപ്പോ ചോദിച്ചു അത്രേ, എന്താണ് നിങ്ങളുടെ അവസ്ഥ? എന്താണ് നിങ്ങളുടെ അവസ്ഥ ഖബറിൽ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി ഉസ്താദ് വളരെ വ്യക്തമായി പറയുന്നു: അർശിന്റെ കീഴിൽ നിന്നു വിളിയും വന്ന് മർവാന്റെ മകനെ ഫസിക്കാൻ എന്ന്. മർവാന്റെ മകൻ അധികം ഇബാദത്തൊന്നുമില്ല, രാജ്യം ഭരിക്കുന്ന ആളാണ്, ഫാസിക്കാണെന്ന് തന്നെ പറയാം. അങ്ങനെയാ ചരിത്രം പറയുന്നത്. ആ ഫാസിക്കായ മർവാന്റെ മകന് മുസ്ഹഫിനെ ബഹുമാനിച്ചതാ നീ പണ്ട്. അതുകൊണ്ട് മാപ്പു നിനക്കു ഞാൻ തരുന്നുണ്ട് എന്ന് അർശിന്റെ താഴ്ഭാഗത്ത് നിന്ന് സുബ്ഹാനല്ലാഹ് അതേ പറയുന്നതായിട്ട് മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് ബഹുമാനം വേണം, അതവ് വേണം, കിതാബുകളോട് അതവ് വേണം. മദ്രസയിലെ മക്കള് മദ്രസയിലേക്ക് ബുക്ക് കൊണ്ടുവരുമ്പോ ഒരു ബാഗ് തൂക്കിയിട്ട് കൊടുക്കുന്നു. അവരുടെ പൃഷ്ഠഭാഗത്തേക്ക്, ചണ്ടിയുടെ ഭാഗത്തേക്ക് മുസ്ഹഫ് ബാക്കോട്ടാക്കിടുന്ന രീതി ഒഴിവാക്കിക്കണം. സൈക്കിളിന്റെ കേരിയറിൽ വെപ്പിക്കുന്ന രീതി ഒഴിവാക്കിപ്പിക്കണം. നെഞ്ചോട് ചേർത്ത് പിടിച്ചല്ലെങ്കിൽ ഉയരത്തിൽ കയ്യിൽ പിടിച്ചു കൊണ്ടുപോകുന്ന രീതി ഉണ്ടാക്കണം. ഇതല്ലെങ്കിൽ അവനക്ക് ദോഷമായി ആ പഠനം ബാധിക്കുന്നതാണ്. അല്ലാഹു നമുക്ക് അതബുള്ളവരാകാൻ തൗഫീഖ് നൽകട്ടെ. ഖുർആനോട് നല്ല ബഹുമാനം ഉണ്ടാകണം, പള്ളിയോട് നല്ല ബഹുമാനം ഉണ്ടാകണം. മഹത്തുക്കൾ പറയുന്നത് കാണാം, പള്ളിയുടെ നേരെ നിങ്ങൾ ചെരുപ്പിടാൻ പാടില്ല. നേരെയാക്കി ചെരുപ്പിടാതെ പള്ളിയിലേക്ക് കയറുമ്പോൾ ചെരിപ്പിടണം, പള്ളിയുടെ നേരെയാക്കരുത്. അത് പള്ളിയോടുള്ള ബഹുമാനമാണ്. പള്ളിയിൽ കയറുമ്പോൾ ചൊല്ലേണ്ടതൊക്കെ ചൊല്ലണം. ഒരു ഷഹാദത്ത് കലിമ ചൊല്ലല് സുന്നത്താണ്. ഇഅ്തികാഫിന്റെ നിയ്യത്ത് വെക്കൽ സുന്നത്താണ്. ഇതൊക്കെ പള്ളിയോടുള്ള അദബാണ്, മര്യാദയാണ്. ആ മര്യാദകളൊക്കെ നിർവഹിക്കണം. പള്ളിയിൽ കയറിയാൽ സംസാരിക്കരുത്. ഇന്ന് നാട്ടു വർത്തമാനം പറയുന്ന പള്ളിയിലാണ്.
പള്ളിയോടുള്ള അതവും ആദരവും നിലനിർത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖബർസ്ഥാനിൽ പോയാൽ മഹത്തുക്കളാണ് അവിടെ കിടക്കുന്നത്. ശബ്ദമുയർത്താതെ സംസാരിക്കാതെ സിയാറത്ത് ചെയ്ത് അവിടെ തോന്നിയതൊക്കെ കാട്ടിക്കൂട്ടുന്ന രീതി ഒഴിവാക്കി, അതുപോലെ നമ്മളെ വാപ്പയെ ഉമ്മയെ സിയാറത്ത് ചെയ്യാൻ ഖബർസ്ഥാനിൽ പോയാൽ ആ അതവോടുകൂടി ആ ഖബറിന്റെ മുകളിലുള്ള പുല്ലുകളൊക്കെ എല്ലാം പറിച്ചു കളയാതെ കൃത്യമായ സൈഡ് ഭാഗത്തൊക്കെ വൃത്തിയാക്കി നല്ല കവറാക്കി പോകാനുള്ള സൗകര്യത്തിനാണ് പുല്ല് പറിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ഖബറിന്റെ മുകളിലുള്ള പുല്ലുകൾ പറിച്ചു കളഞ്ഞ് ഓരോ പച്ചയായ ചെടികളുണ്ടാവുമ്പോഴും ആ ഖബറാളിക്ക് ആ ചെടി അതേ ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ അതൊക്കെ കീപ്പ് ചെയ്ത് നമ്മൾ അദബുള്ളവരാണ്. ഖബറാളികളോട് സലാം പറയേണ്ട രൂപത്തിൽ സലാം പറയണം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പേരുകളോട് നല്ല ബഹുമാനം വേണം. അതുപോലെ വലിയവരോട് നമുക്ക് ആദരവും ബഹുമാനവും അദബും വേണം. ഭർത്താവിനോട് ഭാര്യയ്ക്ക് അദബ് വേണം. തോന്നിയ പോലെ ഡ്രസ്സ് ധരിച്ച് ഭർത്താവിന്റെ മുമ്പിൽ ഞെളിഞ്ഞിരിക്കുന്ന രീതി ഒഴിവാക്കണം. സിനിമ കാണുമ്പോൾ TV കാണുമ്പോൾ ഭർത്താവിനേക്കാൾ മുകൾ ഭാഗത്തിരുന്ന് അല്ലെങ്കിൽ കാല് കയറ്റി വെച്ച് അല്ലെങ്കിൽ വേണ്ടാത്ത രീതിയിലുള്ള ഇരുത്തങ്ങളൊക്കെ ഒഴിവാക്കി അതവുള്ളവരായി നല്ലവരായി നിൽക്കണം. ഭർത്താവിനോട് അതവ് കാണിക്കണം. ഭർത്താവിന്റെ കാര്യനടിയിലാണ് ഭാര്യമാർക്ക് സ്വർഗമുള്ളത്. ഭർത്താവിനെ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതുപോലെ ആദരിച്ച് ബഹുമാനിച്ചനുസരിച്ച് ജീവിച്ചാൽ അവള് മരിക്കുമ്പോൾ ആ ഭർത്താവിന് ഭാര്യയെ കുറിച്ച് തൃപ്തിയുണ്ടായാ മതി. അവൾക്ക് മറ്റമലൊന്നുമില്ലെങ്കിൽ പോലും സ്വർഗത്തിലാണ് അവളെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സ്വർഗത്തിൽ പോകാനുള്ള കാരണം ഭർത്താവിന്റെ തൃപ്തി കരസ്ഥമാക്കുക എന്നുള്ളതാണ്. ആ ഭർത്താവിനോട് ഭാര്യയോട് അതവ് ഭർത്താവിനുമുണ്ട്. അങ്ങനെ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ എങ്ങനെ ഇരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഓടണം, എങ്ങനെയെല്ലാം പ്രവർത്തിക്കണം, സംസാരിക്കണം, ഇടപെടണം എന്ന് പരിശുദ്ധ ഇസ്ലാം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുത്തുനബിയുടെ സ്വഭാവത്തിൽ നിന്ന് നമുക്കത് വായിച്ചെടുക്കാം. അതുകൊണ്ട് അദബുള്ള ഒരു സമൂഹമായി നമ്മൾ മാറണം. എല്ലാ മേഖലയും അദബ് കീപ്പ് ചെയ്യണം. വെറും മദ്രസയിൽ അദബ് നിന്ന് പഠിച്ചാൽ പോരാ. അല്ലാഹു അദബുള്ളവരിൽ കൊടുത്തി തരട്ടെ. ഈ ക്ലാസ്, അദബിന്റെ ഈ ക്ലാസ് റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉപകാരമുള്ള ക്ലാസ് ആക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് അദബുള്ളവരാക്കി തരണേ അല്ലാഹ്. ഈമാനുള്ളവരാക്കി തരണേ അല്ലാഹ്. ജീവിതം ഹൈറായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ചതിവഞ്ചന, ഉജ്ബ്, ഹിഖദ്, ഗളബ്, ഹസദ് പോലുള്ള ഖൽബിയായ രോഗങ്ങളെ തൊട്ട്, മാനസിക രോഗങ്ങളെ തൊട്ട്, ശാരീരിക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഈമാനുള്ള മരണം നൽകണേ അല്ലാഹ്. ജീവിതം ഹൈറായ രൂപത്തിൽ ജീവിച്ച് അവസാനം എല്ലാ ഹക്കടപാടുകളും തീർത്ത് നല്ല ദിവസം നല്ലവരെ മുമ്പിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين آمين برحمتك يا أرحم الراحمين. إن شاء الله അടുത്ത വീഡിയോയുമായി തർബിയ മീഡിയയിൽ കാണാം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തി ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യുന്ന നല്ല നല്ല വീഡിയോസുകൾ നിങ്ങൾക്ക് എത്തുകയും ചെയ്യും. എല്ലാവരും ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നന്മയുടെ വാഹകരാകുക. മറ്റൊരു ഉദ്ദേശം ഇതിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മ പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം നല്ല രൂപത്തിൽ അല്ലാഹു പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ എല്ലാവരുടെയും മുറാദ് അല്ലാഹു ഹാസിലാക്കട്ടെ. നിമിഷപ്രിയ നമുക്കറിയാമെന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കും. അതിനുവേണ്ടി ഇടപെട്ട ശൈഖുന കാന്തപുര ഉസ്താദിനെ പോലുള്ള നമ്മളെ സുന്നി പണ്ഡിതന്മാർ അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും ഹിമ്മത്തും തോക്കത്തും നൽകി അവർ നമ്മളുടെ ആയുസ് കുറച്ചാലും അവരുടെ ആയുസ്സുകൾക്ക് ആഫിയത്തോടെ ദീർഘായുസ്സോടെ ആയുസ്സേറ്റി കൊടുക്കണേ അല്ലാഹ്. ഈ നാടിന്, ഈ രാജ്യത്തിന്, ഈ സമുദായത്തിന് നേതൃത്വം നൽകാൻ ആഫിയത്ത് ധാരാളം നൽകണേയെന്ന് നമ്മളെ ഓരോരുത്തരും
നമ്മളെ മുസ്ലിം പണ്ഡിതന്മാർക്ക് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു അത്തരത്തിൽ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇതിന്റെ പ്രചാരകരാവണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.